സ്വാഗതം. ആടുജീവിതം 10 ദിവസം പിന്നിടുമ്പോൾ കളക്ഷൻ എത്രയെന്നൊരു ചോദ്യമാണ്. 100 കോടി കഴിഞ്ഞതായി ഇന്നലെ തന്നെ ഇതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതായത് 9 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടാനായത് ഏകദേശം 98 കോടിയാണെങ്കിൽ 10-ാം ദിവസമാണ് സിനിമയ്ക്ക് 100 കോടിക്ക് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞത്. 10-ാം ദിവസം ഒരു ശനിയാഴ്ച തന്നെയാണ്. ശനിയാഴ്ച ആദ്യം കണ്ട പോലെയല്ല അവസാനം എത്തിയത്. അതായത് 45-46% ഒക്യുപ്പൻസിയിൽ തുടക്കം കണ്ടെങ്കിൽ അവസാനിച്ചത് 52% ഒക്യുപ്പൻസിയിലാണ്. 1288 ഷോകൾ കഴിഞ്ഞപ്പോൾ ട്രാക്കേഴ്സ് മാത്രം പറയുന്നു 2,81,00,000 രൂപ സിനിമയ്ക്ക് വന്നു എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമ 2 കോടിക്ക് താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ ഇവിടെ അത് ഞെട്ടിച്ചുകൊണ്ട് 2,81,00,000 രൂപയിലേക്ക് എത്തി. അതായത് ഏകദേശം 3.5 കോടി 3.25 കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് അതിഗംഭീരമായിട്ട് എന്ന് തന്നെ പറയാം, ഏറ്റവും വേഗതയിൽ 40 കോടി ക്ലബിൽ കയറുന്ന സിനിമയായി മാറുന്നു ആടുജീവിതം. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞു, മികച്ച സിനിമ എന്നുള്ളൊരു കാര്യം. 16 വർഷത്തെ ബ്ലെസ്സിയുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഡെഡിക്കേഷനാണ് നമുക്ക് ആ സിനിമയിൽ കാണാനുള്ളത്. ഇന്ന് സിനിമ ഏകദേശം 43 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് പോയിരിക്കുന്നത്. ഇതിലെടുത്ത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ 10 ദിവസവും സിനിമ 3 കോടിക്ക് മുകളിൽ തന്നെയാണ് നിന്നത് എന്നുള്ളതാണ്. ട്രാക്കേഴ്സിൽ പോലും അല്ലെങ്കിൽ ട്രാക്കിങ്ങിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നു 2.25 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞു വന്നത് 2,11,00,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ടോട്ടലി വേൾഡ് വൈഡ് മാത്രമായിട്ട് സിനിമ 108 കോടി ആ റേഞ്ചിലേക്ക് എത്തുകയാണ് ഇന്നലത്തെ കളക്ഷനോടുകൂടി തന്നെ. കേരളം മാത്രമല്ല, ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 60 കോടിക്ക് അടുത്താണ് നേടിയിരിക്കുന്നത്. ബാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടുന്നു. അത്ഭുതകരമായിട്ട് തന്നെയാണ് ഒരു മലയാള സിനിമയുടെ ഈ ഒരു പോക്ക് എന്ന് തന്നെ പറയാം. തുടർച്ചയായി 3-ാം 100 കോടി ക്ലബിലേക്ക് കയറുന്നു. 4 സിനിമകൾ അല്ലെങ്കിൽ 5 സിനിമകൾ 50 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നൊരു അത്ഭുതകരവും ഈ ജനുവരി മുതലുണ്ട് എന്നുള്ളതാണ്. മമ്മൂട്ടി തുടങ്ങി വെക്കുന്നു, അല്ലെങ്കിൽ ആദ്യം അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ ജയറാം തുടങ്ങി വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 സിനിമകളാണ് മമ്മൂട്ടിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ വന്നത്. എബ്രഹാം ഓസ്ലറും 2 ഭ്രമയുഗവും എന്ന സിനിമകൾ. ഈ 2 സിനിമയും അതിഗംഭീരമായി വിജയിച്ചു മമ്മൂട്ടിയുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം. ഭ്രമയുഗം 85 കോടിയിലേക്ക് എത്തിയപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് 225 കോടിയിലേക്കും അതുപോലെ തന്നെ പ്രേമലു 130 കോടിക്ക് മുകളിലും എത്തിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു സിനിമ, തട്ടുപൊളിപ്പിനോ തല്ലിക്കൂട്ട് പടങ്ങളോ ഒന്നുമല്ല എന്ന് പറയാം, പക്ക ക്ലാസിക് പടം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ഇവിടെ വീണ്ടും എത്തുന്നു. 2018 ശേഷം മികച്ച സർവൈവൽ ത്രില്ലറായി, അല്ലെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം മറ്റൊരു ഗംഭീര സർവൈവൽ ത്രില്ലറായി ആടുജീവിതം നിറഞ്ഞാടുമ്പോൾ ഇപ്പോൾ 100 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും സിനിമ 200 കോടിക്ക് മുകളിൽ എത്തേണ്ട സിനിമയാണ്, എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത്? കമൻസിലൂടെ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താൻ ഗ്രേറ്റ് മീഡിയാസ്.